മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. വിപണി ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ചും 5 സംസ്ഥാനങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പ്. അതിൻ്റെ ഫലം വളരെ വളരെ നിർണായകമായിരിക്കും. പ്രത്യേകിച്ചും അടുത്ത തിരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും തുടങ്ങിയ സൂചനകളിലേക്കുള്ള വഴി തെളിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായിട്ടാണ് പൊതുവെ വിപണിയും ഇതിനെ കണ്ടിരിക്കുന്നത്. വിപണിയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി ഹെഡ്ജ് ഇക്വിറ്റീസ് CEO എൻ ഭുവനേന്ദ്രൻ ചേരുന്നു. ഭുവനേന്ദ്രൻ, നമ്മൾ കഴിഞ്ഞ പല ആഴ്ചകളിലും കണ്ടിരുന്ന അതേ കാര്യം തന്നെയാണ്. വിപണി എക്സിറ്റ് പോളുകൾക്ക് ശേഷം അതിൻ്റെ പിറ്റേ ദിവസവും വെള്ളിയാഴ്ച ദിവസവും ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെ നിൽക്കുന്നത് കണ്ടു. വ്യാഴാഴ്ച ദിവസം എക്സിറ്റ് പോൾ വന്നതിൻ്റെ പിറ്റേ ദിവസം റാലി ചെയ്തു. നരേന്ദ്രമോദിയുമായി ബന്ധമുള്ള ഓഹരികൾ, പ്രത്യേകിച്ചും അഡാനി ഗ്രൂപ്പ്, സിൻഡെക്സ്, IRB ഇൻഫ്ര തുടങ്ങിയ ഓഹരികൾ എല്ലാം മുന്നേറ്റം കുറിക്കുകയും ചെയ്തു. ഒരുപക്ഷെ അത് ഇനി BJPയുടെ ഒരു വലിയൊരു ലാൻഡ് സ്ലൈഡ് വിക്ടറി വന്നാൽ പോലും ഈ ഓഹരികൾ ആ നിലവാരത്തിൽ തിങ്കളാഴ്ച ദിവസം ചലിക്കണമെന്നില്ല, നിർബന്ധമില്ല. കാരണം വലിയൊരു പൊസിഷൻ അതിൽ ഷോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ വന്നാൽ, അങ്ങനെ കണ്ടിട്ടുണ്ട് മുൻ ചരിത്രങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ. എന്തു തന്നെയായാലും ഒരു BJP വരുന്നു എന്നുള്ള ഒരു സൂചനകളാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ തന്നിരിക്കുന്നത്. ഇത് പരിഗണിക്കുമ്പോൾ പ്രത്യേകിച്ചും BJPയുടെ ഒരു ശക്തമായ വരവാണെങ്കിൽ മാർക്കറ്റ് തിങ്കളാഴ്ച ഏത് ദിശയിലായിരിക്കും, അല്ലെങ്കിൽ അടുത്ത ആഴ്ച എങ്ങനെയായിരിക്കും? അത് അണ്ടർസ്റ്റുഡ് ആണല്ലോ സനൽ. BJPക്ക് അനുകൂലമായി ഒരു ഇലക്ഷൻ റിസൾട്ട് വരികയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു റൈഡ് കൂടി, അതൊരു ഫൈനൽ റൈഡ് ആയിരിക്കാം. അനദർ 200 പോയിന്റ്സ് 250 പോയിന്റ്സിൻ്റെ റൈഡ് നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. BJPക്ക് ഇതിൽ ഡൽഹി മാത്രമാണ് ഒരു ഹങ് പാർലമെന്റ് എന്നുള്ള ഒരു ഇത്. പക്ഷേ ഫൈനലി വന്നിരിക്കുന്ന റിസൾട്ടും കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോകാനുള്ള സാധ്യത പോലും ചില ചാനലുകൾ വിലയിരുത്തുന്നു, മീഡിയ. അപ്പോൾ അതും BJPക്ക് അനുകൂലമാണ്. ഡൽഹിയിലും അബ്സല്യൂട്ട് മെജോറിറ്റി BJPക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ ഒരു 250 പോയിന്റ്സിന് നിഫ്റ്റിയിൽ ഒരു റൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും സെൻസെക്സിൽ ഏകദേശം 400-500 പോയിന്റ്, അതെ 500 പോയിന്റ്സ്, ഒരു 600 പോയിന്റ്സിന്റെ സെൻസെക്സിലും ഒരു മൂവ് നമുക്ക് പ്രതീക്ഷിക്കാം, ഇത്രയും കാര്യങ്ങൾ അനുകൂലമാണെങ്കിൽ. കാരണം ഓൾറെഡി BJP എന്നുള്ള ഒരു ഡിസ്കൗണ്ട് മാർക്കറ്റിൽ കഴിഞ്ഞു. അതാണ് 6250 മാർക്കറ്റ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാനുള്ള റീസൺ. മാർക്കറ്റിൽ സ്ട്രെങ്ത് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളെ വരുന്ന റിസൾട്ട് എന്ന് പറയുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലാണ്. നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് തീർച്ചയായിട്ടും ഈ ന്യൂസ് തന്നെയാണ്. ദെൻ ഈ ഒരു മാസം ഡിസംബർ മാർക്കറ്റിനെ സംബന്ധിച്ച് വീണ്ടും ഒട്ടനവധി ന്യൂസുകൾ വരാനിരിക്കുന്നു. ഒന്ന് ഗ്ലോബൽ ന്യൂസ് എന്ന് പറയുന്നത് 18th വരുന്ന ഫെഡിന്റെ ടാപ്പറിംഗ്. അതിലുണ്ടാകുന്ന ഡിസിഷൻ ഗ്ലോബൽ മാർക്കറ്റിനെയും എസ്പെഷ്യലി ഇന്ത്യൻ മാർക്കറ്റ് FISന്റെ ഫ്ലോ ഇതൊക്കെ തീരുമാനിക്കും. അതും ഇന്ത്യൻ മാർക്കറ്റിന്റെ ഭാവി നിശ്ചയിക്കും. 18th തന്നെ വരുന്ന RBIയുടെ പോളിസി, അതും വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ ഈ 2 ന്യൂസാണ്. 18th 2 ന്യൂസ് വരുന്നു, ഒന്ന് ഗ്ലോബൽ, ഒന്ന് ഇന്ത്യൻ ഇക്കണോമി എന്ന് വരുന്ന RBIയുടെ പോളിസി. ഇത് രണ്ടും മാർക്കറ്റിനെ തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും. ദെൻ ഇമ്മീഡിയറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇലക്ഷൻ റിസൾട്ട് ആയിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് മാർക്കറ്റിൽ വലിയൊരു ഹൈയും വലിയൊരു ലോയും വരാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ 2014, അപ്പോൾ ഇവിടെ അബ്സല്യൂട്ട് മെജോറിറ്റി BJPക്ക് ലഭിച്ചാൽ മാർക്കറ്റ് ചിലപ്പോൾ RBI അല്ലെങ്കിൽ ഫെഡ് ഇതൊക്കെ ഒരു ഷോർട്ട് ടൈം ഇമ്പാക്റ്റ് മാർക്കറ്റിൽ, നെഗറ്റീവ് ആണെങ്കിൽ തന്നെ ഒരു ഷോർട്ട് ടൈം ഇമ്പാക്റ്റ് മാർക്കറ്റിൽ വരാൻ സാധ്യതയുള്ളൂ. ദെൻ വീണ്ടും ആ ഒരു പോസിറ്റീവ് മൊമെന്റം കണ്ടിന്യൂ ചെയ്യുകയും 2014 BJP അധികാരത്തിൽ വരികയാണെങ്കിൽ പുതിയ പോളിസി, പുതിയ ഗവൺമെന്റ്, മാർക്കറ്റ് അതിനോട് വളരെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ ആ ഒരു 2014 എന്ന് പറയുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല വർഷമായി വരാനുള്ള സാധ്യത BJP അധികാരത്തിൽ വരികയാണെങ്കിൽ വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ് കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കുകളും മറ്റും പരിശോധിക്കുമ്പോൾ ധാരാളം വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഒരു വെയിറ്റ് ചെയ്യുകയാണ്. ഒരുപക്ഷെ BJPയുടെ വരവ് വന്നാൽ കൂടുതൽ ഒരു ശക്തമായ ഭരണം പ്രതീക്ഷിച്ചുകൊണ്ടാവാം ഇവർ ഒരു കാത്തിരിക്കുകയാണെന്ന മട്ടിൽ പല ലേഖനങ്ങളും വായിക്കുകയുണ്ടായി. അവർ പതിയെ എൻട്രി തുടങ്ങിയിട്ടുണ്ടെന്നും സൂചനയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ പ്രത്യേകിച്ചും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ ഡാറ്റകൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാകുന്നത് ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു കമ്പനികൾ എന്നുള്ള നിലയ്ക്ക് അവർ ടാറ്റ ഗ്രൂപ്പിൽ വളരെ ലാർജ് സ്കെയിലിൽ ഓഹരികൾ വാങ്ങുന്നതായി കണ്ടു. അതിൽ തന്നെ ടാറ്റ ഗ്രൂപ്പിൽ തന്നെ ഇത്രയും നാളും സൈഡ് ലൈനിൽ നിന്നിരുന്ന ഒരു ഓഹരിയാണ് ടാറ്റ എൽക്സി. നമുക്കറിയാം അവരുടെ TCSന്റെ ഒരു ഹാർഡ്വെയർ ആമാണ് ടാറ്റ എൽക്സി എന്ന് പറയുന്നത്. വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ കമ്പനികളുടെ, വലിയ വാഹന കമ്പനികൾക്ക്, പ്രത്യേകിച്ചും ജാഗ്വാർ ലാൻഡ് റോവറിനൊക്കെ ചിപ്പുകൾ ഉണ്ടാക്കുക, ഇത്തരം കമ്പനികൾ അത്തരം പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. ആനിമേഷൻ ബിസിനസ്സിൽ നിന്ന് അവർ പിന്മാറുന്നു. അതിൻ്റെ റവന്യൂ 10 മടങ്ങ് വർദ്ധിക്കുമെന്ന് ടാറ്റ ഗ്രൂപ്പ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ആ ഓഹരിയിൽ വലിയൊരു ഫ്ലക്ച്വേഷൻ, മുന്നേറ്റം കാണുന്നു.
ആ സ്പെസിഫിക് ആയിട്ട് ടാറ്റ എൽക്സിയെ പറ്റിയും ടാറ്റ ഗ്രൂപ്പിനെ പറ്റിയും ഈ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ വരവിന്റെ പശ്ചാത്തലത്തിൽ കമന്റ് ചെയ്യാമോ? തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും ടാറ്റ ഗ്രൂപ്പിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരാളാണ്. കാരണം വളരെ ക്ലാരിറ്റിയുള്ള ബിസിനസ്, വളരെ നല്ല മാനേജ്മെന്റ്, ഗ്ലോബൽ കമ്പനി. ഇപ്പോൾ ജാഗോർ ലാൻഡ് റോവറിന്റെ മൂവ് തന്നെയാണ് ടാറ്റ എലിക്സിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത്. കുറേ നാൾ സൈഡ് ലൈൻ ആയിരുന്ന സനൽ പറഞ്ഞ പോലെ ഇപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂഷനും ഈ സ്റ്റോക്കിൽ ഒരു കണ്ണു വെച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി കൂടി, ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ബൈങ് വരുന്നു, ഒരു പോസിറ്റീവ് മൊമെന്റത്തിലേക്ക് ടാറ്റ എലിക്സി മൂവ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ അടുത്ത ഇപ്പോഴും ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് ടാറ്റ എലിക്സി, അതുപോലെ ടാറ്റ സ്റ്റീൽ, ടാറ്റ മോട്ടോഴ്സ്. ഈ ഗ്രൂപ്പ് എല്ലാം തന്നെ എനിക്ക് തോന്നുന്നു അടുത്തൊരു റൈഡ് FISന്റെ ഒക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഈ സ്റ്റോക്കിലേക്കൊക്കെ വരികയാണെങ്കിൽ നല്ലൊരു റൈഡിലേക്ക് പോകാനുള്ള സാധ്യത ടാറ്റ എലിക്സിൽ. BJP ഒരു നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു വലിയൊരു ഒരു വിക്ടറി കിട്ടുകയാണെങ്കിൽ ടാറ്റ ഗ്രൂപ്പിന് സ്പെസിഫിക്കലി ഒരു മൂവ് കിട്ടാൻ സാധ്യതയുണ്ട്. അല്ല, ടോട്ടലി മാർക്കറ്റിൽ ടാറ്റ ഗ്രൂപ്പ് അല്ല, എല്ലാ സ്റ്റോക്കിലും ആ ഒരു മൂവ് ഉണ്ടാകും. പിന്നെ അതിലുപരി നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഇക്കണോമിയിൽ ചില പോസിറ്റീവ് സൈൻ കണ്ടു തുടങ്ങുന്നുണ്ട്. നമ്മൾ ഗോൾഡ് ഇമ്പോർട്ട് കുറയുന്നു, എക്സ്പോർട്ട് കൂടുന്നു. അത് കറണ്ട് അക്കൗണ്ട്സ് ഡെഫിസിറ്റ് ആണ് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ബേർഡൻ ആയിട്ട് നിലനിൽക്കുന്നത്. വ്യാപാരം ഗണ്യമായി കുറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഒരു നല്ല സൈനാണ്. അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അമരത്തിരിക്കുന്ന രഘുറാം രാജൻ വളരെ എഫക്റ്റീവായി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു. ഇവിടെ ഒരു പൊളിറ്റിക്കൽ ലീഡർ കൂടി വരികയാണെങ്കിൽ ഇത് നല്ല സൈൻ. ഇപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് മിനിസ്ട്രി എടുത്ത ചില നയങ്ങൾ തന്നെയാണ് ഇതിന് കുറച്ച് അനുകൂലമായി വരുന്നത്. അതുപോലെ RBI ഗവർണർ എടുത്ത നയങ്ങൾ തന്നെ. അപ്പോൾ ഇത് രണ്ടും ആ എക്കണോമിയിൽ ചില പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങൾ വരുന്നു. അതോടൊപ്പം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റും പുതിയ പോളിസികളും വരികയാണെങ്കിൽ 2014, 15, 16 എന്ന് പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഏറ്റവും നല്ല ഒരു വർഷങ്ങളായി മാറാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്കൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. ഡോക്ടർ അനീഷ് ഖത്തറിൽ ഡെന്റിസ്റ്റാണ്. അദ്ദേഹം മാർക്കറ്റ് വാച്ചിൻ്റെ സ്ഥിരം പ്രേക്ഷകനാണ്. വളരെ മികച്ച ഒരു സ്ക്രിപ്പുകളാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത്. സൺഫാർമ 589 രൂപ ശരാശരി വിലയിൽ വാങ്ങിയിരിക്കുന്നു. ലൂപ്പിൻ 548 രൂപയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ടാറ്റ ഗ്ലോബൽ ബെവറേജസ് 145, ടാറ്റ സ്റ്റീൽ 475, ഭാരതി എയർടെൽ 334, ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനി 30 രൂപ. അത് മാത്രമാണ് അതിൽ പറഞ്ഞതിലൊരു അല്പം ഒരു പരാജയപ്പെട്ട കമ്പനി എന്ന് പറയുന്നത്. മറ്റൊന്ന് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ITC പുതിയ നിക്ഷേപത്തിന് പരിഗണിക്കാമോ എന്ന് ചോദിച്ചിരിക്കുന്നു. ഒടുവിലായി പറഞ്ഞിരിക്കുന്നത് DLF ഗോദ്രേജ് പ്രോപ്പർട്ടീസ് വിച്ച് ഈസ് ബെറ്റർ, പുതിയ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള നിലയ്ക്ക് ഏതാണ് ബെറ്റർ? അതിൽ ഗോദ്രേജ് DLF എന്ന് പറയുമ്പോൾ ഫണ്ടമെന്റലി സൗണ്ട് എന്ന് പറയുന്ന സ്റ്റോക്ക് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് തന്നെയായിരിക്കാം. പക്ഷേ മാർക്കറ്റിൽ ഒരു ബുൾ റൈഡ് വന്നാൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത് DLF, ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ദർബാരിലാൽ ഫൗണ്ടേഷൻ ആയിരിക്കും. അതിന്റെ വാല്യൂഷൻ വളരെ ഫെയർ വാല്യൂവിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് ആ ഡിസിഷൻ അദ്ദേഹം എടുക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഇദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ വളരെ നല്ലതാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു അട്രാക്ഷൻ. HCC ഒഴിവാക്കുക എന്ന് പറയാൻ പറ്റില്ല സനൽ. അതെ, അല്ല, ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആ സെക്ടർ മുഴുവനും ആവറേജ് ശരാശരി വില തന്നെ 30 രൂപയാണ്. പക്ഷെ അത് ഒന്നുകൂടി ഞാൻ പറയുന്നത് ഇപ്പോൾ അത് ഒന്നുകൂടി ആവറേജ് ചെയ്യുക. സ്റ്റോക്ക് ഒരു ബുൾ റൈഡ് വരുമ്പോൾ ഈ സ്റ്റോക്കിലെല്ലാം തന്നെ ഒരു മൊമെന്റം വരാനുള്ള സാധ്യതയുണ്ട്. കാരണം HCCയുടെ ബൈങ് റേറ്റ് ഒരു 12 റുപ്പീസ്, അതുപോലെ 10 രൂപ, 10 റുപ്പീസ്, 12 രൂപ, 10 രൂപ ലെവലിലേക്ക് വരികയാണെങ്കിൽ ആ സ്റ്റോക്ക് അദ്ദേഹം 500 ആണെങ്കിൽ 1000 ക്വാണ്ടിറ്റി ഹോൾഡ് മേടിക്കുക, എന്നിട്ട് മറന്നേക്കുക. ഒരു ആവറേജ് പ്രൈസ് 15 അല്ലെ 18ലേക്ക് വരാം. അത് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് തന്നെ. ഇതിൽ സൺഫാർമ ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. 560 ആണ് അടുത്തൊരു സപ്പോർട്ട് ലെവൽ, 537. ഇപ്പോൾ ഈ ഒരു റൈഡിൽ നമ്മൾ കണ്ടത്, ഈ ലാസ്റ്റ് വീക്ക് റൈഡിൽ ഫാർമ സെക്ടറിൽ ഒരു സെൽ ഓഫ് വരുന്നതാണ് കണ്ടത്. അപ്പോൾ അടുത്തൊരു കറക്ഷൻ കൂടെ വരാനുള്ള സാധ്യതയുണ്ട്. അതോടുകൂടി വീണ്ടും ലൈം ലൈറ്റിലേക്ക് ഫാർമ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സൺഫാർമ 560 ആൻഡ് 537, അടുത്തൊരു കറക്ഷൻ വരികയാണെങ്കിൽ 537 വരെ സ്റ്റോക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്, ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. 645 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. വളരെ പോസിറ്റീവായ വാർത്തകളും സൺഫാർമ, പ്രത്യേകിച്ചും അമേരിക്കയിൽ ജോൺസൺ ആൻഡ് ജോൺസന്റെ ക്യാൻസർ മരുന്ന് അതിനെ മുകളിൽ അവർക്ക് പരമാവധി കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവിടെയും കൂടി സൺഫാർമയുടെ മരുന്ന് വാങ്ങിക്കോളൂ എന്ന തരത്തിൽ ഡോക്സിൽ വാങ്ങിക്കോളാനാണ് ജോൺസൺ തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം അതിന്റെ പേരിലാണ് എനിക്ക് തോന്നുന്നു 500-ൽ നിന്നും പെട്ടെന്ന് 600-ലേക്ക് വന്നത്. വളരെ സൗണ്ട് ഫണ്ടമെന്റലി ഒരു ഗ്ലോബൽ കേസ് ഓഫ് ഇന്ത്യൻ ഫാർമ ഇൻഡസ്ട്രി. ദെൻ ലൂപ്പിൻ സെയിം ഹിസ്റ്ററി അത് തന്നെയാണ്. വളരെ ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. 810, 742 വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലോങ് ടൈം ബെറ്റ് തന്നെയാണ് ലൂപ്പിൻ. ദെൻ ടാറ്റ ഗ്ലോബൽ 136, 125. ഈ ഒരു റൈഡിലൊന്നും അത്രത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല, പക്ഷെ ഒരു സ്ട്രോങ് ഫണ്ടമെന്റൽ ഉണ്ട്. 136, 125 ലെവലിലേക്ക് വരികയാണെങ്കിൽ അഗൈൻ അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്.
Then Tata Steel 388, 366. 366 വരികയാണെങ്കിൽ സേഫ് ആയിട്ടുള്ളൊരു ലോങ് ടേം ബെറ്റ് തന്നെയാണ് ടാറ്റ സ്റ്റീൽ. ദെൻ HCC നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. DLF 142 ആൻഡ് 128 രണ്ട് സപ്പോർട്ട് ലെവലാണ്. മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിക്കുകയാണെങ്കിൽ 128 ലെവൽ വരെ പോകാം. അതൊരു ഫൈനൽ ബൈയിങ് സ്റ്റേജ് ആണ് DLFനെ സംബന്ധിച്ച്. ദെൻ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് 152, 145 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 202 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ITC ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബൈയിങ് അഡ്വൈസബിൾ ആണോ എന്നാണ് അദ്ദേഹത്തിന്റെ ക്വസ്റ്റ്യൻ. 290 ലെവലിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു ലെവൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 290 ബ്രേക്ക് ചെയ്യണമെങ്കിൽ വളരെ നെഗറ്റീവായിട്ടുള്ള ന്യൂസ് വരണം. അങ്ങനെയാണെങ്കിൽ 270 ഒരു ഫൈനൽ ബൈയിങ് ലെവലാണ്. ഇപ്പോൾ രണ്ട് സ്റ്റേജ് ബൈയിങ് ITCയെ സംബന്ധിച്ച് 290 ആൻഡ് 271. 290 വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യുന്നില്ല എങ്കിൽ വീണ്ടും എനിക്ക് തോന്നുന്നു 100% ഇൻവെസ്റ്റ്മെന്റ് ആ 290 ലെവലിൽ അഡ്വൈസബിൾ ആണ്. 356 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ 356 എന്ന് പറയുന്ന ലെവൽ ഒരു എക്സിറ്റ് പോയിന്റ് ആയിട്ട് പരിഗണിക്കുന്നതായിരിക്കും നല്ലത്. ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ അദ്ദേഹത്തിന്റെ വളരെ നല്ലൊരു പോർട്ട്ഫോളിയോ ആണ്. സനൽ പറഞ്ഞതുപോലെ HCC മാത്രമാണ് അതിലൊരു മോശം സ്റ്റോക്ക് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ഫണ്ടമെന്റലി സൗണ്ടാണ്. ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ ഒരു 6500, 600ലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ സ്റ്റോക്കിൽ നിന്നൊക്കെ ഒന്ന് എക്സിറ്റ് ചെയ്യുക. ദെൻ ഒന്ന് പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക. വീണ്ടും നമുക്ക് മാർക്കറ്റിൽ ഒരു കറക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ റീ എൻട്രി ചെയ്യുന്ന സ്ട്രാറ്റജി ആയിരിക്കും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നല്ലത്. 2014 ടിൽ മാർച്ച് വരെ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള ഒരു സമയമായിരിക്കാം സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നത്. ഓഹരികളും നമ്മൾ അത് ഏത് ഓഹരികളായിരിക്കും എന്നുള്ള കാര്യവും നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. നിഫ്റ്റി ഒരുപക്ഷെ ഈ ഡിസംബറിൽ തന്നെ ഇപ്പോൾ ഒരു റാലിയൊക്കെ ലഭിച്ചേക്കാം. അതിനുശേഷം ഈ ഡിസംബറിൽ തന്നെ 6000-ന് താഴേക്ക് വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞ ഒരു മൈനോറിറ്റി വിഭാഗമെങ്കിലും അനലിസ്റ്റുകൾ രാജ്യത്തെ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? ഒരിക്കലും അത് വരില്ല നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം 18ന് വരുന്ന ക്രൂഷ്യൽ 2 ഡിസിഷൻ അത് മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്ന് തീരുമാനിക്കും. അതുപോലെ 5800 വരെ മാർക്കറ്റിൽ ഒരു കറക്ഷൻ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലത്. കാരണം മാർക്കറ്റിൽ ഇപ്പോൾ പോസിറ്റീവ് മൊമെന്റം നിലനിൽക്കുന്നു. ഇത് തിങ്കളാഴ്ച നമ്മൾക്ക് നാളെ വരുന്ന ഇലക്ഷൻ റിസൾട്ട് ഫർദർ ഇമ്മീഡിയറ്റ് മാർക്കറ്റിന്റെ മൂവ്മെന്റ് നിശ്ചയിക്കും. അതാണ് നെക്സ്റ്റ് വീക്കിൽ മാർക്കറ്റിന്റെ മൂവ്മെന്റ് നിശ്ചയിക്കുന്ന ഡിസൈഡിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് നാളെ വരുന്ന ഇലക്ഷൻ റിസൾട്ട് തന്നെയാണ്. ദെൻ 18ന് വരുന്ന 2 മേജർ ന്യൂസ്, ഒന്ന് ഇന്ത്യൻ എക്കണോമിയിൽ നിന്ന് വരുന്ന ന്യൂസ്, 2 ഗ്ലോബൽ എക്കണോമിയിൽ നിന്ന് വരുന്ന ന്യൂസ്. ഇത് രണ്ടും മാർക്കറ്റിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ന്യൂസാണ്. അതാണ് ഫർദർ മാർക്കറ്റ് കറക്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ന്യൂസ് എന്ന് പറയുന്നത് അതാണ്. അങ്ങനെ അത് നെഗറ്റീവായി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് 6000, 5800 ലെവലിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഫ്രഷ് ബൈയിങ് എനിക്കൊന്ന് കുറച്ച് പേഷ്യൻസ് കാണിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഷോർട്ട് ടൈം ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നവർ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസോട് കൂടിയുള്ള ട്രേഡ് ആയിരിക്കും നല്ലത്. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ ആംഗിളിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് പേഷ്യൻസ് കാണിച്ച് 6000 എന്ന് പറയുന്ന ഫസ്റ്റ് എൻട്രി പോയിന്റും 5800, 850 എന്ന് പറയുന്ന സെക്കൻഡ് എൻട്രി പോയിന്റുമായിട്ട് കാണുന്നതായിരിക്കും നല്ലത്. ഒരു സ്പെസിഫിക് ആയിട്ടൊരു സ്റ്റോക്കിനെ കുറിച്ച് ചോദിക്കാനുള്ളത് യൂണിടെക് ആണ്. കാരണം കഴിഞ്ഞ ആഴ്ച വളരെ മോശമായ ചില പ്രവണതകൾ ആ ഓഹരിയിൽ കാണുകയുണ്ടായി. പ്രത്യേകിച്ചും അത് ഏകദേശം 16 ലെവലിൽ ലാംഗ്വിഷ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു മാധ്യമത്തിൽ, ഒരു ടെലിവിഷൻ ഈ ചാനലിൽ പെട്ടെന്ന് ഒരു വാർത്ത വരുന്നു, യൂണിടെക് ഡീഫോൾട്ടറായിട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. LIC ഫണ്ട് വലിയ രീതിയിൽ 200 കോടി രൂപയുടെ കടമുണ്ടെന്ന് പറയുന്നു. ഈ ഓഹരി 14 രൂപ 70 പൈസ വരെ പെട്ടെന്ന് താഴേക്ക് പോകുന്നു. അന്ന് ഏതാണ്ട് 15 രൂപ 50 പൈസയിൽ 15 രൂപ 75 പൈസയിലോ മറ്റോ അന്ന് വ്യാപാരം അവസാനിപ്പിക്കുന്നു. മാർക്കറ്റ് അവേഴ്സ് കഴിഞ്ഞപ്പോൾ LIC പറയുന്നു ഞങ്ങൾക്ക് യൂണിടെക്കുമായി യാതൊരു ഇടപാടുമില്ല, അങ്ങനെ ഒരു എക്സ്പോഷറേ ഇല്ല എന്ന തരത്തിൽ പറയുന്നു. പക്ഷെ ഞാൻ മറ്റ് ഡൽഹിയിലും മറ്റും അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടുന്ന വിവരം എക്സ്പോഷർ ഉണ്ട്, പക്ഷെ അത് എന്തോ തരത്തിൽ അത് ഒതുക്കി തീർക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് വരുന്നത്. എന്തു തന്നെയായാലും ഇതിൽ ആരാണ് പ്രതി? കാരണം ഇൻവെസ്റ്റേഴ്സ്, കേരളത്തിൽ നിന്നുള്ള ധാരാളം ഇൻവെസ്റ്റേഴ്സ് രാജ്യത്തെ രണ്ടാമത്തെ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ യൂണിടെക്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. നമ്മുടെ കണക്കുകൾ അത് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ആരാണ് ശരിക്കും കുറ്റക്കാരൻ? ഇതിൽ സെബി നടപടിയെടുക്കേണ്ടത് ഇത് മാധ്യമങ്ങളാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാധ്യമമാണോ, അതോ അതിലെന്താണ് സംഭവിക്കുന്നത്? അല്ല, ഇത് സനൽ ന്യൂസ് ഡ്രിവൺ ആണല്ലോ മാർക്കറ്റ്. പലപ്പോഴും ഇതിനകത്ത് പല ഓപ്പറേറ്റർ ഉണ്ടാവും. ഇവർക്ക്
താല്പര്യമുള്ള ന്യൂസുകൾ ത്രൂ മീഡിയ പല അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് ഡെറ്റ് ഉണ്ടെന്നുള്ളതൊരു നഗ്ന സത്യമാണ്, യാതൊരു സംശയം. പല ബാങ്കിലും LIC അതിൽ നിന്ന് ഞാൻ ചോദ്യം അതല്ല, അത് വ്യക്തമാണ്. ഞാൻ പറഞ്ഞത് LIC പറയുന്നു ഞങ്ങൾക്ക് അതിൽ എക്സ്പോഷർ ഇല്ല എന്ന്. അപ്പോൾ ഇത് ആ മാധ്യമം നിക്ഷേപകരോട് ചതി ചെയ്തതുപോലെയല്ലേ വരുന്നത്? പല മാധ്യമങ്ങളും നമ്മൾക്കറിയാമല്ലോ, ഇല്ലാത്ത ന്യൂസുകൾ പലതും പുറത്തു വരുന്നു. ന്യൂസിന് ശേഷം മാനേജ്മെന്റ് അത് ഇല്ല എന്ന് പറയുന്നു. ഇത് മാർക്കറ്റിൽ വളരെയധികം വോളറ്റിലിറ്റി സംഭവിക്കുന്നു. ഇപ്പോൾ LICക്ക് ഇവർക്ക് എക്സ്പോഷർ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ക്ലാരിറ്റി കിട്ടുന്നതാണ്. ഒരിക്കലും മറച്ചു വെക്കാൻ LICക്കും സാധിക്കില്ല, മീഡിയയ്ക്കും അത് പുറത്തു കൊണ്ടുവന്നാൽ തന്നെ അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് അതിന്റെ ഒരിക്കലും ക്ലാരിറ്റി ലഭിക്കില്ല. കാരണം തീർച്ചയായിട്ടും LICയിൽ എക്സ്പോഷർ ഉണ്ടാകാനാണ് സാധ്യത കൂടുതൽ. കാരണം എവിടെയൊക്കെ കടം കിട്ടുമോ ഇവരൊക്കെ കൂടുതൽ എക്സ്പോഷർ ഒരുപക്ഷെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ സെറ്റിൽ ചെയ്തു എന്നതും ആവാം. അത് തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കും. നേരത്തെയുള്ള എന്തായാലും നഷ്ടപ്പെട്ട നിക്ഷേപകരോട് എന്താ പറയാൻ? വളരെ ട്രിക്കി ആയ ഒരു ക്വസ്റ്റ്യൻ, എനിക്കറിയാം, വളരെ ഡിഫിക്കൽട്ട് ആയ ഒരു ക്വസ്റ്റ്യനുമാണ്. പക്ഷെ അവർ ആവറേജ് ചെയ്യണോ? കാരണം യൂണിടെക്കിന്റെ നമുക്കറിയാം, കേരളത്തിൽ തന്നെ എനിക്ക് നേരിട്ടറിയാവുന്ന ആളുകളുണ്ട്. അവർ പലരും ഇവിടെ വിളിച്ച് ചോദിക്കുകയോടെ ചെയ്തു. ഒരു കമന്റ് ഞാൻ ചെയ്തില്ല, കാരണം ഇവിടെ സനൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 1-2 ദിവസത്തേക്കല്ല. ആ കമ്പനിയിൽ വിശ്വസിച്ച് അതിൽ റിസ്ക് ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കണം. ഈ യൂണിടെക്കിനെ സംബന്ധിച്ച് ഇപ്പോഴും റിസ്ക് നിലനിൽക്കുന്നു എന്നുള്ളൊരു സത്യം. അതിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ വാല്യുവേഷനാണ്. ഇപ്പോഴും 15-16 മൂവ് ചെയ്യുന്നു എന്നുള്ള ആ വാല്യുവേഷൻ മാത്രമാണ് അതിന്റെ അട്രാക്ഷൻ. ബാക്കി കാര്യങ്ങളെല്ലാം നെഗറ്റീവ് തന്നെയാണ്. നമുക്കറിയാം, നെഗറ്റീവിന്റെ ഒരു ഘോഷയാത്ര തന്നെയാണ് സ്റ്റോക്കിനെ അതിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വാല്യുവേഷൻ വളരെ ലോവർ വാല്യൂലാണ് നടക്കുന്നത്. ടോട്ടൽ ഇക്കണോമിയിൽ ഒരു ചേഞ്ച് വരികയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ വളരെ ഷാർപ്പായുള്ള ഒരു അപ്മൂവ് നമുക്ക് പ്രതീക്ഷിക്കാം. ഡൗൺ സൈഡ് റിസ്ക് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് കുറവാണ് എന്നുള്ളതാണ് അട്രാക്ഷൻ. നമ്മൾ ഈ ഡേ ട്രേഡേഴ്സിനെ സംബന്ധിച്ചാണ് സനൽ പറയുന്ന ന്യൂസുകൾ കൂടുതലായിട്ട് എഫക്ട് ചെയ്യുക. ഈ വാർത്ത പെട്ടെന്ന് കണ്ടപ്പോൾ പരിഭ്രാന്തരായ ഒരു പാനിക് സെല്ലിംഗ് ആണ് ഉണ്ടായത്. അതിൽ കേരളത്തിലെ നിക്ഷേപകർ പെട്ടിട്ടുണ്ട്. അത് വലിയ വാർത്ത, അതൊരു സത്യം തന്നെയാണ്. ഇവിടെ പാനിക് സെല്ലിംഗ് നടന്നത് ഒരിക്കലും നമ്മളെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അല്ല, ഇത് ഓപ്പറേറ്ററാണ്. ഈ ഇങ്ങനെ ന്യൂസ് സൃഷ്ടിക്കുകയും ഇതിന് പുറകിൽ കുറെ ആളുകളുണ്ടാവും. അവർ ഹ്യൂജ് ക്വാണ്ടിറ്റി ഷോർട്ട് സെല്ല് ചെയ്യുന്നതാണ്. നമ്മൾ അതിന്റെ പുറകെ പോകേണ്ട, നമ്മുടെ വാല്യൂവിൽ ഇമ്മീഡിയറ്റ് ഒരു കുറവ് സംഭവിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോഴും പറയും, ഒരു സ്ട്രോങ് ബൈങ് അല്ല. ഇപ്പോഴത്തെ രീതിയിൽ ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. കുറച്ച് റിസ്ക് എടുക്കാൻ പറ്റുന്ന നിക്ഷേപകർ വാർത്തകൾ വന്നോട്ടെ പോയിക്കോട്ടെ. അതിൽ നിക്ഷേപം ആവശ്യമെങ്കിൽ, അതിൽ താല്പര്യമുള്ളവർക്ക് റിസ്ക് എടുക്കാൻ പറ്റുമെങ്കിൽ, അതുപോലെ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത് നിക്ഷേപകരെ സംബന്ധിച്ച് ആ സ്റ്റോക്കിൽ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. നമുക്ക് പ്രദീപ് നമ്പ്യാർ, അദ്ദേഹത്തിന്റെ ചോദ്യത്തിലേക്ക് ഒന്ന് നോക്കാം. നല്ല പോർട്ട്ഫോളിയോയാണ്, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഓഹരികൾ എല്ലാം തന്നെ നല്ല ഓഹരികളാണ്. ആക്സിസ് ബാങ്ക്, SBI, ടാറ്റ മോട്ടോഴ്സ്, L&T, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, അലംബിക് ഫാർമ, ഫിനോലെക്സ് കേബിൾ. നല്ല പോർട്ട്ഫോളിയോ ആണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അതിനോട് ഭുവനേന്ദ്രനും വിയോജിക്കില്ല എന്ന് ഉറപ്പാണ്. പക്ഷേ ഇതിൽ എടുത്ത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഉപകാരപ്രദമാകുന്നത് കൈൻഡ്ലി അഡ്വൈസ് ദി എൻട്രി പോയിന്റ് ഓഫ് ദി ഫോളോയിങ് സ്റ്റോക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആക്സിസ് ബാങ്കും SBIയും ടാറ്റ മോട്ടോഴ്സിന്റെയും എൻട്രി പോയിന്റ് പറയുന്നത് നന്നായിരിക്കും. കാരണം ആക്സിസ് ബാങ്കും SBIയും ഈ പറഞ്ഞ ടാറ്റ മോട്ടോഴ്സും ഇപ്പോൾ ഏറെ മുന്നേറി നിൽക്കുകയാണ്. ഇതിൽ ആക്സിസ് ബാങ്ക് നമ്മൾ പറഞ്ഞ ടാർഗറ്റ് എത്തി എന്നുള്ളതാണ്. 1300 ആണ് നമ്മൾ ലോങ് ടൈം, എനിക്ക് ഒരു 6 മാസം മുമ്പ് നമ്മൾ അഡ്വൈസ് ഒന്ന് ആലോചിക്കണം. ഒരു 3 months ബാക്ക് ഈ സ്റ്റോക്കിന്റെ റേറ്റ് എന്ന് പറയുന്നത് 760 ആണ്. ആ സമയത്ത് വളരെ സ്ട്രോങ് റെക്കമെൻഡേഷൻ കൊടുത്താണ് 1300 ടാർഗറ്റ് അച്ചീവ് ചെയ്തു. ഇന്നത്തെ രീതിയിൽ ഒരു ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് ഓവർ വാല്യൂഡ് ആയി. ഈ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളൊക്കെ തന്നെ കുറച്ച് വാല്യുവേഷൻ കുറച്ച് ഹയർ വാല്യൂ, നല്ല ഒരു തരക്കേടില്ലാത്ത കറക്ഷന് വേണ്ടി വന്നെങ്കിൽ മാത്രം ഇൻവെസ്റ്റ്മെന്റ് 1160 ആൻഡ് 1080 എന്ന് പറയുന്ന 2 സപ്പോർട്ട് ലെവലാണ്. ഈ ലെവലിലേക്ക് ഇത് കറക്റ്റ് ചെയ്ത് വന്നെങ്കിൽ മാത്രം ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. ടെക്നിക്കലി ഇപ്പോഴത്തെ ഒരു റെസിസ്റ്റൻസ് 1420 ആണ്. പക്ഷെ അത് വരാനുള്ള സാധ്യത കുറവാണ്. 1340 എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് ചിലപ്പോൾ നെക്സ്റ്റ് വീക്ക് ഒരു മാർക്കറ്റിൽ മൊമെന്റം, പോസിറ്റീവ് മൊമെന്റം വരികയാണെങ്കിൽ വരാം. ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ആക്സിസ് ബാങ്ക് അടുത്തൊരു റൈഡോടുകൂടി പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുന്നതായിരിക്കും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലത്. ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 1720, 1600 മാർക്കറ്റിൽ ഷാർപ്പ് കറക്ഷൻ വരികയാണെങ്കിൽ അത് വരാം. ഇപ്പോൾ ആ സ്റ്റോക്ക് ഒരു പോസിറ്റീവ് മൊമെന്റോ ആ സ്റ്റോക്കിലും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വലിയൊരു റൈഡൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും ഫർദർ ഒരു ഇൻവെസ്റ്റ്മെന്റ്, ചെറിയൊരു മൈനർ കറക്ഷൻ വരികയാണെങ്കിൽ പോലും 1720 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് സ്റ്റോക്കിന്റെ പ്രൈസ് വരികയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിൽ വളരെ ഷാർപ്പായുള്ള റൈഡ് വന്നാൽ ഈ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറുക. ദെൻ പേഷ്യൻസോടുകൂടി 18th വരുന്ന ന്യൂസിന് വേണ്ടി അദ്ദേഹം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഫർദർ ഇൻവെസ്റ്റ്മെന്റ്. ഇത് ഇദ്ദേഹത്തോട്
പ്രദീപ് നമ്പ്യാരോട് മാത്രമല്ല. കാരണം എല്ലാ ഫ്രണ്ട് റൺ സ്റ്റോക്കുകളും ഹോൾഡ് ചെയ്യുന്ന എല്ലാ നിക്ഷേപകരോടുമുള്ള ഒരു അഡ്വൈസാണ് മാർക്കറ്റ് 6500 600 മൂവ് ചെയ്യുക. ഈ പ്രൈസ് ഒരു ഡീസന്റ് പ്രോഫിറ്റ് വരികയാണെങ്കിൽ എക്സിറ്റ് ചെയ്ത് മാറുക. ദെൻ 18th വരെ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക. ഡിസംബറിൽ തന്നെ ചിലപ്പോൾ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ലഭിക്കാം. അത് ലഭിച്ചില്ലെങ്കിൽ പോലും മാർച്ചിനുള്ളിൽ 2014 മാർച്ചിനുള്ളിൽ നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നടത്തും. അതെല്ലാ നിക്ഷേപകർക്കും ഉള്ളൊരു അവസരമായിരിക്കും. നന്ദി ഭുവനേന്ദ്രൻ. വിപണിയെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ് ഉറ്റുനോക്കുന്നത്. ഒരുപക്ഷെ തിങ്കളാഴ്ച ഒരു വലിയ BJPയുടെ ഒരു ലാൻഡ്സ്ലൈഡ് വിജയം ഒരുപക്ഷെ വലിയ രീതിയിലുള്ള ഒരു റാലിക്ക് കളമൊരുക്കിയേക്കാം. പക്ഷേ അത് കുറേയൊക്കെ ഡിസ്കൗണ്ടഡ് ആണ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. കാരണം എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു കഴിഞ്ഞു. അത് കയ്യിലുള്ളതിനാൽ അങ്ങനെ ഒരു വലിയൊരു കുതിപ്പ് ഇനി അങ്ങനെ വന്നാൽ തന്നെ ആ കുതിപ്പ് ഈ മാസം തന്നെ അത് ഫിസിൽ ഔട്ട് ചെയ്യാനും അത് താഴത്തേക്ക് പോകാനുമുള്ള സാധ്യതയും കൂടുതലാണ്. എന്തു തന്നെയായാലും ഒരു കാര്യം ശ്രദ്ധിക്കുക, BJP സർക്കാരാണ് വരുന്നതെന്നുള്ള തോന്നലിൽ കാത്തിരിക്കുന്ന ഒരു വലിയ വിഭാഗം വിദേശ ധനകാര്യ ഫണ്ടുകളുണ്ട്. ഇത്തരം ഫണ്ടുകൾ ടാറ്റ ഗ്രൂപ്പിൽ ഓഹരികൾ വാങ്ങി തുടങ്ങി കഴിഞ്ഞു എന്നാണ് ഡാറ്റകൾ പറയുന്നത്. ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ കറക്ഷൻ ലഭിക്കുകയാണെങ്കിൽ സാങ്കേതിക തിരുത്തൽ കൊണ്ട് വിപണി താഴേക്ക് വരുന്ന സാഹചര്യത്തിൽ ടാറ്റ ഗ്രൂപ്പിന്റെ ടാറ്റ ടെലി ഒഴിച്ചുള്ള ടാറ്റ എൽക്സി എന്ന് പറയുന്ന ഓഹരി ഉൾപ്പെടെയുള്ള ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ സ്റ്റീൽ, മറ്റ് ടാറ്റ ഗ്ലോബൽ ബെവറേജസ് തുടങ്ങിയ ഓഹരികൾ ഈ സാഹചര്യത്തിൽ നിക്ഷേപയോഗ്യമാണെന്നാണ് ഇന്നത്തെ ഒരു ചർച്ചയിൽ നിന്നും ഭുവനേന്ദ്രൻ പറഞ്ഞതിൽ നിന്നും ഉരുത്തിരിയുന്നത്. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.